എൻ്റെ പൊന്നോ, ഈ വെള്ളം ഒന്ന് നിങ്ങൾ കുടിച്ചതിൻ്റെ വകയിലെ കുറേ കേട്ടോ. കുടിക്കുന്നില്ലേ? ഇതാ ബാക്കി കഥ പറയാൻ വേണ്ടി വന്നാട്ടോ. ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കുഞ്ഞു കാലം മുതൽ ഇതിനേക്കാൾ ചെറുപ്പത്തിൽ വരാൻ വേണ്ടി തുടങ്ങിയാണ്. അപ്പോൾ അന്ന് കാലം മുതൽ ഈ വെള്ളം കുടിച്ചത് നല്ല ശീലം. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ കാണിച്ചു തരാവേ. വാ. ഈ സ്ഥലമേ കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരിക്കും കൂരാച്ചുണ്ടിനും ഇടയ്ക്ക് എരപ്പാന്തോട് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് മുകളിലേക്ക് കയറുന്ന ഒരു സ്ഥലമാണ്. കാറ്റുള്ളമല എന്നാണ് സ്ഥലത്തിൻ്റെ കറക്റ്റ് പേര്. മുകളിലൊരു ഇക്കോ ടൂറിസം പരിപാടിയൊക്കെ ഉണ്ട്. നമ്പികുളം എന്ന് പറഞ്ഞ സ്ഥലം ഇപ്പം നല്ല ഹൈപ്പിൽ നിൽക്കുകയാണ് കേട്ടോ. ഇഷ്ടംപോലെ യാത്രക്കാരൊക്കെ ടൂറിസ്റ്റുകളൊക്കെ വരുന്നൊരു സ്ഥലമാണ്. അതിനോട് ചേർന്നുള്ള ഒരു ഉള്ളിലേക്കുള്ളൊരു സ്ഥലമാണ് കേട്ടോ. കട്ടൻ ചായയാണ്. വീടിൻ്റെ സ്ഥിതി പറയാം കേട്ടോ. പഴയ മോഡലൊരു വീടാണ്. മുഴുവൻ കുരുടീസ് കൊണ്ട് ഉണ്ടാക്കിയിട്ട് തേച്ചിട്ടില്ല, ഇങ്ങനെ പെയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. നല്ല കൂളിംഗ് അതിൻ്റെ അകത്ത് നമുക്ക് 1 2 3 ബെഡ്റൂം ആട്ടോ. ഒരു കിച്ചണുണ്ട്, ഒരു ഹാളുണ്ട്, നല്ലൊരു മുറ്റവും. അമ്മാവനും അമ്മായിയാണേ. അപ്പോൾ ഇവരാണ് ഇവിടുത്തെ കൃഷി കാര്യങ്ങളൊക്കെ. കുറച്ച് ഏലം, ജാതി, പിന്നെ കപ്പ, ചേന, ചേമ്പ്, ഇങ്ങനെ സാധനങ്ങൾ, കൊക്കോ, തെങ്ങ്, റബ്ബർ, എല്ലാ സാധനവും ഉണ്ട്. അപ്പോൾ ഈ കൃഷികളൊക്കെ ആയിട്ട് പണ്ട് കാലം മുതൽ ഇവിടെ തന്നെ താമസം. അത്യാവശ്യത്തിന് മാത്രം താഴെ പോകും, അങ്ങാടിയിലേക്ക് ഒരു 2 കിലോമീറ്റർ ദൂരം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവിടെ പോയി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരും. ഭൂരിഭാഗം സാധനങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്, കൃഷി ചെയ്തുണ്ടാക്കി കൃഷിയായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. സ്വർഗം പോലെ കൊണ്ടുനടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇവിടെ ഒരു ഹോം സ്റ്റേ ആയിട്ടോ ഒരു ആശ്രമമായിട്ടോ ഒക്കെ ചെയ്യണമെങ്കിൽ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഇവിടുത്തെ കാലാവസ്ഥ തന്നെയാണ് ഏറ്റവും അതിന് നല്ല അനുയോജ്യമായ സാധനം. വേനൽക്കാലത്ത് വന്നാലും തണുപ്പാണ്. അതിലേക്കൂടെ ചെറിയൊരു അരുവി പോലെ ഒഴുകുന്നുണ്ട്. അത് വേനൽക്കാലത്ത് ഉണ്ടാവില്ല, മഴക്കാലത്തേ ഉള്ളൂ. നല്ല വെള്ളം, ശുദ്ധമായ വായു, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എത്ര സ്ഥലമുണ്ട് നമുക്കിവിടെ? 2 ഏക്കർ സ്ഥലമുണ്ട്. ഓക്കെ. അപ്പോൾ 2 ഏക്കർ സ്ഥലം, ഇതിൻ്റെ അകത്ത് കുറേ ഹട്ടുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ആർക്കെങ്കിലുമൊക്കെ ഈ വീട് ഉൾപ്പെടെ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു വീട് ഉണ്ടാക്കുന്നത് ഏറ്റവും കുറഞ്ഞൊരു 10-15 ലക്ഷം രൂപയെങ്കിലും വേണം. ഒരു 3 ബെഡ്റൂമുണ്ട്, ഒരു തിണ്ണയുണ്ട്, ഹാളുണ്ട്, കിച്ചണുണ്ട്, എല്ലാ സൗകര്യമുണ്ട്. പക്ഷേ പഴയ മോഡലാണ് ചെയ്തേക്കുന്നത്. റെഡ് ഓക്സൈഡൊക്കെ ഇട്ട് നല്ല ഗ്രാനൈറ്റ് പോലെ തിളങ്ങിയാണ് കിടക്കുന്നത് കേട്ടോ. അത് വന്ന് കാണണം. അത്രയും പഴയ വർക്കാണ്. നല്ല വൃത്തിയിലാണ്, മെയിൻ്റനൻസ് ഒക്കെ ചെയ്ത് കൊണ്ടുനടക്കുന്നതാണ്. ഈ വീട് ഉൾപ്പെടെയുള്ള സ്ഥലം ആർക്കെങ്കിലും എടുത്തൊരു പ്രൊജക്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാനും കൂടെ ഹെൽപ്പ് ചെയ്ത് തരാം, സപ്പോർട്ട് ചെയ്ത് തരാം. താല്പര്യം ഉണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് വിളിക്കണം. നമ്പർ ഞാൻ ഇട്ടേക്കാം. അപ്പോൾ അത് ഇവർക്കൊരു സഹായമായിരിക്കും. ഇവിടെ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടൊക്കെ എടുക്കുക. നടവഴി മാത്രമേ ഉള്ളൂ, റോഡൊന്നുമില്ല. അപ്പോൾ അതിന് പറ്റുന്ന ആൾക്കാർ ശാന്തമായിട്ട് ഇങ്ങനെ ഇതായിട്ട് പ്രകൃതിയോടാണെങ്കിൽ കുറച്ച് കാലം ജീവിക്കാനൊക്കെ താല്പര്യമുള്ളവർക്കൊക്കെ വന്ന് നോക്കാവുന്നതാണ്. വേറൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ വന്ന് കുറച്ച് നാളത്തേക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ആർക്കെങ്കിലും വീട് മെയിൻറ്റെയിൻ ചെയ്തിടണോ, അതിന് വേണ്ട സംവിധാനം ഞാൻ ചെയ്തുതരാം. ബാക്കിയുള്ള സമയത്ത് നമുക്ക് റെൻ്റ് ഔട്ട് ചെയ്യാം, ഗസ്റ്റുകൾ വന്നോളും. അതിന് വേണ്ട കാര്യങ്ങൾ വേണമെങ്കിൽ അത് ഞാൻ സപ്പോർട്ട് ചെയ്തുതരാം. എൻ്റെ ഭാഗത്ത് നിന്ന് എന്താണ് വേണ്ടതെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ വീണ്ടും കാണാം അടുത്ത വീഡിയോ ആയിട്ട്. ശരി.